യുഎഇയിൽ നവംബർ 7 വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ചില സമയങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശരത്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. ചില തീരദേശ ഉൾപ്രദേശങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ ആകാശവും പുലർച്ചെ ഈർപ്പമുള്ള അന്തരീക്ഷവും അനുഭവപ്പെടും. തീരദേശങ്ങളിലും ദ്വീപുകളിലും മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ചിലയിടങ്ങളിൽ ചെറിയ മഴയ്ക്ക് കാരണമായേക്കാം. വ്യാഴാഴ്ചയോടെ താപനില വീണ്ടും നേരിയ തോതിൽ ഉയരും. പുലർച്ചെ ഈർപ്പമുള്ള കാലാവസ്ഥ തുടരും. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഭാഗികമായോ ഇടയ്ക്കിടെയോ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. ചില സമയങ്ങളിൽ ചെറിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. കാറ്റ് തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് മാറി വീശും. ഇത് നേരിയതോ മിതമായതോ ആയിരിക്കും, എന്നാൽ ചില സമയങ്ങളിൽ ശക്തമായേക്കാം. ശനിയാഴ്ചയിലെ താപനിലയിൽ വീണ്ടും നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അറിവും വിനോദവും സംഗമിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മേളയായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നാളെ തുടക്കമാകും. ഷാർജ അൽ തവൂനിലെ എക്സ്പോ സെന്ററിൽ ഈ മാസം 16 വരെയാണ് പുസ്തകോത്സവം. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് മേള സംഘടിപ്പിക്കുന്നത്. 118 രാജ്യങ്ങളിലെ 2350 പ്രസാധകർ, 66 രാജ്യങ്ങളിൽ നിന്നുള്ള 251 അതിഥികൾ, 750 ശില്പശാലകൾ, 300-ലേറെ സാഹിത്യ പരിപാടികൾ ഉൾപ്പെടെ 1200-ലധികം വരുന്ന കലാപ്രദർശനങ്ങൾ. നവംബർ 5 മുതൽ 16 വരെയുള്ള 12 ദിവസം ഷാർജ ലോക സാഹിത്യത്തിന്റെ പരിച്ഛേദമാകും. നൈജീരിയൻ സാഹിത്യകാരി ചിമാമ എൻഗോസി അഡീച്ചി, ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ കാർലോ റൊവെല്ലി, ഐറിഷ് നോവലിസ്റ്റ് പോൾ ലിഞ്ച്, ബ്രിട്ടീഷ് മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ജൂലി സ്മിത്ത് തുടങ്ങിയ അന്താരാഷ്ട്ര എഴുത്തുകാരും ചിന്തകരും മേളയുടെ ഭാഗമാകും. നിരവധി അറബ് എഴുത്തുകാരും മേളയിലെത്തും. ഗ്രീസാണ് ഈ വർഷത്തെ അതിഥി രാജ്യം. മാലി, നൈജീരിയ, അങ്കോള തുടങ്ങി 10 രാജ്യങ്ങൾ ആദ്യമായി ഷാർജ പുസ്തകമേളയിൽ പങ്കെടുക്കും. ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്പോ സെന്ററിൽ യുഎഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മേള ഉദ്ഘാടനം ചെയ്യും. ലബൂബു കളിപ്പാട്ട വിൽപ്പന നിരോധിച്ച കുവൈത്ത്. ലബൂബു ബ്രാൻഡിന്റെ ടോയ് 3378 മോഡൽ കളിപ്പാട്ടമാണ് കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. കുട്ടികൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ള നിർമ്മാണ തകരാറുകളാണ് കളിപ്പാട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് നിർത്താനും കമ്പനിയുമായി ബന്ധപ്പെട്ട് അത് തിരികെ നൽകാനും അതോറിറ്റി ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനോ സംശയങ്ങൾക്കോ ഉപഭോക്താക്കൾക്ക് അധികൃതരെ ബന്ധപ്പെടണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കളിപ്പാട്ടത്തിന്റെ ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ വേർപെട്ടു പോരാൻ സാധ്യതയുണ്ടെന്നും ഇതാണ് അപകട സാധ്യതയ്ക്ക് കാരണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് കുവൈത്തിലെ എല്ലാ കടകൾക്കും സ്റ്റോക്കിൽ നിന്ന് ഈ ഉൽപ്പന്നം നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NTV UAE to the world.